ഫ്രണ്ട്സ്, ഇന്നൊരു നൈറ്റിംഗ് വ്ളോഗ് ആയാലോ. ഞാൻ വ്ളോഗ് തുടങ്ങിയപ്പോഴേ അമ്മ ചോറ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോറുണ്ണാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ഗായ്സ്. ഇതൊക്കെയാണ് ഞാൻ ചോറെന്ന് പറയാം. ചോറിനകത്ത് സാമ്പാർ ഉണ്ടായിട്ട് തന്നെ പിന്നെ കുഴപ്പമില്ല, ഞാനൊന്ന് കുഴച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് നെത്തോലി ഫ്രൈ ഉണ്ട്. ഇവിടെ തോരൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ തോരൻ എടുത്തില്ല. എന്തിനാ, സാമ്പാറിനകത്ത് തന്നെ എല്ലാ വെജിറ്റബിളും ഉണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ തോരൻ എടുക്കുന്നത്? പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട നെത്തോലി ഫ്രൈയും ഉണ്ട്. പിന്നെ എന്താ കഴിക്കാൻ വേണ്ടേ? അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം ഫ്രണ്ട്സ്. അയ്യടാ, അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒരു പിടിച്ച് വയറ് നിറഞ്ഞ് ഇനി നമുക്ക് പോയി കൈയും കാലും ഒക്കെ കഴുകിയിട്ട് വരാമേ. നമ്മൾ നേരെ വാഷ് ബേസിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. വാഷ് ബേസിൻ്റെ അടുത്തോട്ട് പോയി എന്തോ ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ലൈറ്റ് ഇടാത്ത ഇതാണ്. ഇപ്പം ഇത് മാറിയിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കൈയും വായൊക്കെ കഴുകി നന്നായിട്ട് കുപ്പിളിച്ചു. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ എവിടെയായിട്ടാ പോയെന്നറിയോ? നിങ്ങൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ചെയ്യാനാണ്. അല്ല, ചോറുണ്ണ നേരത്തെ ബാക്കിയിട്ട് വെള്ളം കുടിച്ചിട്ടില്ല. വെള്ളം കൂടെ കുടിച്ചിട്ട് ഞാൻ നേരെ പോയി പഠിക്കാനാണ് കേട്ടോ. നിങ്ങൾ ഗൈസ് ഫാൻ യൂസ് ചെയ്തില്ല. അപ്പം നിങ്ങൾ വിചാരിച്ച് കാണും എന്താ ഞാനാണെങ്കിൽ ചോറുണ്ടിട്ട് അടുത്ത ഡെയിലി റൊട്ടീനിലേക്ക് പോവാണ്. നല്ല വെള്ളം കുടിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞ് അടുത്ത ഡെയിലി റൊട്ടീനിലേക്ക് പോണത്. അപ്പം ഞാൻ ആദ്യം പഠിക്കാൻ പോണത് മലയാളമാണ്. മലയാളത്തിൽ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയമ്പക്കമായിരുന്നു ഗൈസ്. അങ്ങനെ കേട്ടോ ശബ്ദം? അത് കഴിഞ്ഞ് ആ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ആദ്യം തൊട്ടൊന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനതൊരു 5 മിനിറ്റ് ഇരുന്ന് അതും കൂടെ ഒന്ന് വായിച്ച് ക്ലിയർ ആക്കി. ഡൗട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതെല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ എല്ലാം പറക്കി വെച്ച് ടൈം ടേബിളൊക്കെ ഇന്നലെ പറക്കി വെച്ചേക്കുമായിരുന്നു. എല്ലാം പറക്കി വെച്ചിട്ട് ഒന്നും കൂടി ഇതൊക്കെ അടച്ച് വെക്കാണ്. അപ്പോഴാണ് ആലോചിച്ചത്, എൻ്റെ സ്കൂളിൽ എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതും മലയാളത്തിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ മലയാളം കുട്ടനും തന്നെയാണ് ആ ക്രെഡിറ്റും വരുന്നത്. ഞാൻ എന്നാൽ ആ പാട്ട് നിങ്ങൾക്ക് പാടിക്കേപ്പിച്ച് തരാം. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ, എന്തു വെളിച്ചം പൂമ്പാറ്റേ, എന്തു തെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താം മറിയാം പൊൻവെയിലിൽ, ഒന്നു തൊടട്ടെ നിൻ ചിറകിൽ, നിന്നു തരാമോ നീ അരികിൽ, മഴവില്ലാണോ നിന്നമ്മ, തരുമോ നീ ഒരു കുഞ്ഞുമ്മ. ഇതാണ് പാട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നിങ്ങൾക്കൊരു ഡൗട്ടുമാണ്, ഈ പാട്ട് ആരായിരിക്കും എഴുതിയത്? അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇത് എഴുതിയത് ജി ശങ്കരക്കുറുപ്പാണ് കേട്ടോ. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്ന് പറക്കി വെക്കാമെന്ന്. ഞാൻ വിചാരിച്ചു നിങ്ങൾ എൻ്റെ ബോക്സും കൂടെ ഒന്ന് കാണിച്ചു വെക്കായിരുന്നു. ബോക്സും കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ബോക്സ്. ഫുട്ബോൾ പ്ലെയറാണ്. എനിക്കിത് ബോക്സ് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ഗേൾസിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്നും ഇതിനകത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ബോയ്സിൻ്റെ ക്യാരക്ടേഴ്സിനും എടുത്തു. ബോയ്സിൻ്റെ ക്യാരക്ടേഴ്സിനും ഗേൾസിൻ്റെ ക്യാരക്ടേഴ്സിനും എന്താ വ്യത്യാസം? പിന്നെ എനിക്ക് ഈ ബോക്സിനകത്തുള്ളത് 3 പെൻസിലാണ്. പിന്നെ അടിയിലത്തെ ഡ്രോയിങ് ഒരു എറേസറും ഒരു സ്കെയിലും ഒരു പെന്നുമാണ്. ഞാൻ പെന്ന് യൂസ് ചെയ്യുന്നില്ല, ചുമ്മാ വെച്ചേക്കാണ്. പിന്നെ ഈ മണ്ടയിൽ ഇങ്ങനത്തെ ഒരു ഡ്രോയിലാണ് ഞാൻ 3 പെൻസിൽസ് വെക്കാറുള്ളത്. അതൊക്കെ ഒന്ന് എടുത്ത് നമുക്ക് കാണിച്ച് കഴിഞ്ഞിട്ട് എന്തുവായാലും അതെടുത്ത് വെക്കട്ടെ. ഞാൻ ഇപ്പോൾ കുനിഞ്ഞതെന്ന് വെച്ചാൽ താഴോട്ടൊരു പെൻസിൽ വീണിട്ടുണ്ടായിരുന്നു, അത് എടുക്കാനാണ്. ഞാൻ പെൻസിലെല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് ഇപ്പോഴാണ് എൻ്റെ റേസറിൻ്റെ ഒരു
എന്താ ബോക്സ് റൈസറിൻ്റെ ഇങ്ങനത്തെ ബോക്സാണ് കേട്ടോ അത്. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് അഴുക്കാവാതിരിക്കുക, ഇതിങ്ങനെ വെച്ചിട്ട് വെക്കാനാണ്. അഴുക്കാവാതിരിക്കാനാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ എൻ്റെ റൈസർ മൊത്തം അഴുക്കായി ഉണ്ടായിരുന്നു. പിന്നെ അതും കൂടെ കഴിഞ്ഞ് എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെയാണെങ്കിൽ ചെന്നത് നമ്മുടെ ഡയറിക്കകത്ത് വല്ലതും ചെയ്യാമെന്ന് ആലോചിച്ചു. ഡയറി ആണെങ്കിൽ എൻ്റെ ടേബിളിൽ ഇരിക്കുകയാണ്, ഞാൻ മീനുൻ്റെ ടേബിളിൽ ഇരുന്നാണ് ചെയ്യുന്നത്. ഇട്ടാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് ലൈറ്റ് ഫാനൊന്നും ഇടാം. ലൈറ്റ് മാത്രം ഇട്ടാൽ മതി. ഫാൻ എന്തിനാണെന്ന് നമ്മളിപ്പോൾ പോകത്തില്ല. എൻ്റെ ക്യൂട്ട് ഡയറിയും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എനിക്ക് ഡയറി ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് പാക്കറ്റും കൂടി എടുത്തിട്ട് ഞാൻ നേരെ റൂമിലേക്ക് ഓടാണ്. റൂമിലേക്ക് ഓടുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യണ്ടേ. അങ്ങനെ ലൈറ്റും കൂടെ ഓഫ് ചെയ്ത് നമ്മുടെ ഡയറി സ്റ്റിക്കർ കൊണ്ട് വേഗം മീനുൻ്റെ റൂമിലേക്ക് പോവാണേ. അങ്ങനെ മീനുൻ്റെ റൂമിൽ എത്തിയിട്ടുണ്ട്. മീനുൻ്റെ എത്തിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡയറി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇത് നല്ലൊരു പരിപാടിയായിരിക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ അലുകുല പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കും. അതൊക്കെ എൻ്റെ ഒരു ഡെയിലി റൂട്ടീൻ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ അങ്ങ് മറക്കാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തേക്കുന്നത് നമ്മുടെ സ്റ്റിക്കേഴ്സിനകത്ത് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് 2 സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. ആ 2 സ്റ്റിക്കറും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ്. ഇതുമാണ് ആ 2 സ്റ്റിക്കേഴ്സ് എന്ന് പറയുക. അപ്പോൾ അത് കഴിഞ്ഞാണ് നമ്മൾ അടുത്ത പേജ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒത്തിരി സ്കെച്ചസ് ഉണ്ട്. അപ്പം ഞാൻ അതിൽ ബ്ലൂ കളർ എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അതിനകത്ത് എഴുതി കൊടുത്തേക്കുന്നത് ടുഡേ ഐ വിൽ ഡ്രോ. ഈ ഒരു സാധനം മാത്രമേ ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും പ്ലേസറായിരുന്നു. പിന്നെ ഇതും കൂടെ ഡ്രോ ചെയ്തു. പിന്നെ ഇത് എഴുത്താണ് കേട്ടോ. നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ ഈ പാക്കറ്റ് ഈ ഒരു കവറിനകത്തേക്ക് നമുക്ക് ഇട്ട് വെക്കണം. അത് കണ്ടോളൂ ഞാൻ എങ്ങനെ ഇട്ട് വെക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെട്ടടിക്കുന്നത് നിങ്ങൾ കണ്ടോ. ഈ ഒരു ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു വെട്ടം അടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെ അവിടെ വെട്ടം. ഇപ്പം എങ്ങനെ വെട്ടം അടിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ മൊബൈൽ ഇങ്ങനെ ചരിച്ച് വെച്ചാൽ എങ്ങനെ വെട്ടം അടിക്കാം. ഇപ്പം കണ്ടോ വെട്ടം അടിക്കുന്നു. സോറി. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹോളായിട്ട് പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ കണ്ടില്ലേ. ഇവിടെ ഇതിനകത്തേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് അകത്തോട്ട് കയറ്റി കൊടുക്കുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഡയറി ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ബ്ലൂ സ്കെച്ച് പെൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതും വെച്ചിട്ട് നമ്മുടെ ആണെങ്കിൽ സ്റ്റിക്കേഴ്സും ഇതും നമ്മൾ ലേക്ക് തന്നെ തിരിച്ച് കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ അണച്ചിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഡയറി ഇവിടോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സ് ഇവിടെയും കൂടെ വെച്ച് എന്നിട്ട് വീണ്ടും എനിക്കെന്തൊരു വയറിന് ചുമ്മാ ഒരു വിശപ്പ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് പക്ഷേ അത് നമുക്ക് ചോറോ അങ്ങനത്തെ വല്ലതും കഴിക്കാനുള്ളതല്ല, എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള കഴിക്കാം. ഇന്ന് ഞാൻ വാങ്ങിച്ച മുട്ടായി ഒളിപ്പിട്ടാണ്. ഞാൻ മീൻ എടുക്കാതിരിക്കാൻ ഒളിപ്പിച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ജ്യൂസ് അവിടെയും നമുക്കിന്ന് എന്തെടുക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം എടുത്തത് ലോലിപ്പോപ്പാണ്. ജ്യൂസ് ഞാൻ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് തിന്നണ്ടല്ലോ. എനിക്ക് ഒരേ ഒരു സീറ്റ് തിന്നാനുള്ള ആഗ്രഹമേ മിഠായി എന്ന് വിചാരിച്ചു. മീൻ നമുക്ക് വേണ്ട ആവശ്യമില്ല. പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ എന്തെടുത്താലും ഡയറി മിൽക്കിൻ്റെ എടുക്കാറുള്ളൂ, ചോക്ലേറ്റിൻ്റെയും ഡയറി മിൽക്കും ഒക്കെ എടുക്കാറുള്ളൂ. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് അല്ല എടുക്കാറുള്ളത്, ബ്ലാക്ക് ചോക്ലേറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഹിന്ദുജോയിൽ മാത്രം അതിലും ബ്ലാക്ക് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ബ്ലാക്ക് ചോയ്സ് കിട്ടിയാലും ഇതൊന്ന് പൊട്ടിച്ചിട്ട് വരും. അപ്പം നമ്മൾ ലോലിപ്പോപ്പ് എടുത്തു. ലോലിപ്പോപ്പ് തന്ന് തിന്നുമുട്ടി വന്ന് എങ്ങനെ കടിച്ച് ലോലിപ്പോപ്പായിരുന്നു. മൊത്തം ഒന്ന് തിന്ന് കമ്പ് മാത്രം ആക്കിയിട്ട് വരാം. മൊത്തം നിന്ന് കമ്പ് മാത്രം ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷമായിട്ട് വരുന്നതോടെ എല്ലാവർക്കും ബൈ.